Experience. ഞാൻ ഇവിടെ മച്ചമ്പി ഉണ്ടോ നോക്കിയതാ. മച്ചമ്പി ഉണ്ടോ നോക്കണേ എന്തിനാ? മച്ചമ്പിയൊക്കെ പോയി. എന്താ കാര്യം? എന്താ? അല്ല അതെ, സമരത്തിൽ ചെല്ലണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് മുങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ പണിയുണ്ടെന്നും പറഞ്ഞ് വർക്ക്ഷോപ്പിലോട്ട് പോയത്. ഓ, അപ്പൊ സമരത്തിന് മുങ്ങിയതാണ്, അല്ലാതെ പണിക്ക് പോയതല്ല. ഞാനോടത്ത് വർക്ക്ഷോപ്പിലോട്ട് പോയതായിരിക്കും. ചക്കര ഓണം എവിടുന്ന് പണി വരാനാ? ഓണമായിട്ട് എല്ലാവരും പുതിയ വണ്ടി എടുക്കാൻ നിൽക്കില്ലേ? ഇപ്പൊ ഓണം കഴിഞ്ഞ് നോക്കിയാൽ മതി. പോയാലല്ലേ ഒക്കെ രാവിലെ പോയി. നിന്നെ കുറെ അന്വേഷിക്കുകയും ചെയ്തായിരുന്നു. സമരത്തിന് പോയി അടിയും മേടിച്ച് ഓണമായിട്ട് ഇവിടെ വന്നിരുന്നാലേ കാര്യങ്ങൾ മൊത്തം കൊടങ്ങാളിലോട്ട് ഇന്ന് കയറാൻ പറ്റത്തില്ല. എടാ, എന്തെങ്കിലും ഒരു ചെറിയ പണിയല്ലേ ഉണ്ടാവുള്ളൂ. അതങ്ങ് ചെയ്താ പോരെ നിനക്ക് ക്ലീറ്റോന്റെ കൂടെ പോയി. ചെറിയ പണിയല്ല. ഓണമായിട്ട് ഓണക്കിറ്റ് 100 വീടുകളിൽ കൊടുക്കുന്നുണ്ട്. അതിരുന്ന് പായിക്കണം. മലകൾ മുഴുവനും കയറി ഇറങ്ങണം. ഊപ്പാട് വരും. എടാ, നല്ല കാര്യമല്ലോടാ. അതെങ്കിലും ചെയ്യാൻ പാടില്ലടാ നിനക്ക്. അത് ചെയ്യാന്ന് പറഞ്ഞു. അതിനുശേഷം ധർണ എന്തുകൊണ്ട് ആ സമരത്തിന് എന്ന് കയറാനാ പറഞ്ഞത്. പോലീസുകാർ അടിച്ച് പൊട്ടിക്കത്തില്ല എന്നെ കണ്ടു കഴിഞ്ഞാൽ. ഓണമല്ലേ, അടി വഴിക്ക്. ഹായ് മാമ മച്ചമ്പി. അമ്മാവനിപ്പോ ഒന്ന് അപ്പൊ വന്നേളൂ. ചായ കുടിക്കാഞ്ഞപ്പോഴേ ഇല്ല അവിടെ ഡാൻസ് ക്ലാസ് പോയി. ചേച്ചിയാണെങ്കിൽ കിടക്കുക. അത് അവള് ഉച്ചയാകും വരാൻ. ചായ ഉണ്ടോ? എനിക്കിവിടെ തട വരണം. തരാടെ. കട്ടനേ ഉണ്ടാവുള്ളൂ, പാലില്ല. മാമിയോടെ മാമി ഒന്നില്ലേ? അവള് എറണാകുളത്ത് പോയിരിക്കലടാ. എറണാകുളത്ത് പോയോ? എന്തോ ഒരു പണിയാ കാണിച്ചത്. ഇപ്രാവശ്യം എറണാകുളത്ത് പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകാന്ന് പറഞ്ഞാണല്ലോ. കുഴപ്പമില്ല, ഞാൻ പോയിക്കോളാം. അതിന് കണക്ക് ഇതിലെ കൂടെ അറിയും. എനിക്കറിയാം, അവര് തോന്നുംപടിയിലല്ലേ താമസിക്കുന്നേ. തോന്നുംപടി അല്ലടാ, തോപ്പുംപടി. അത് ഒരാളെ ബസ്സിൽ കയറിയിട്ട് അവിടെ ചെന്നാലും ചോദിച്ചാൽ മതിയല്ലോ. അവിടെ ആകുമ്പോഴേ ഈ വർക്ക്ഷോപ്പുകൾക്ക് ഒരുപാട് സാധ്യത ഉണ്ടെന്ന് ഇങ്ങനെ ഞാനൊരു യൂട്യൂബിനകത്ത് കണ്ടായിരുന്നു. വണ്ടികൾ ഒരുപാട് ഇറങ്ങുന്ന സ്ഥലമല്ലേ. നീ ആദ്യം ഇവിടങ്ങളിലുള്ള പണി തീർക്ക്, എന്നിട്ട് പിന്നെ എറണാകുളത്ത് പോകും. അല്ല പറ്റും, ഇവിടെ ഒരു വണ്ടി ഇറങ്ങുമ്പോൾ അവിടെ 10 വണ്ടി ഇറങ്ങും. ഒരു വണ്ടി പണിയുന്നു 10 വണ്ടി കിട്ടുന്ന കൂലികൾ. എന്റെ പൊന്നു കനക, ഇവനോട് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണ നേരത്തിന് കുടം കമത്തി വെള്ളം ഒഴിക്കുവാണെങ്കിൽ അതാ കുറച്ചും കൂടി എളുപ്പം. പാർട്ടി പരിപാടിക്ക് വിളിച്ചവൻ പറയും എനിക്ക് വർക്ക്ഷോപ്പിൽ പോകണമെന്ന് പറയും. വർക്ക്ഷോപ്പിൽ എന്തെങ്കിലും പണി വിളിച്ചാൽ പറയും അവന് പാർട്ടി പരിപാടിക്ക് പോകണമെന്ന് പറയും. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വന്നാൽ അവൻ കൊടങ്ങാവിളേക്ക് പോയി കളയും. അങ്ങനെയാണ്. ഇപ്പൊ ഇന്ന് സമരം ഉണ്ടായിരുന്നു. എന്നൊരു ധർണയുണ്ട്. ഞാൻ അതിനകത്ത് എന്ന് കയറിയാ അച്ഛമ്മയ്ക്ക് അറിയാലോ, പോലീസുകാർ കിട്ടിക്കഴിഞ്ഞാൽ എന്നെ പോലെ ഒരാളെ കിട്ടിയ വിടുവോ? മീൻ വരയുന്നവന്മാർ രാത്രി വെച്ച് എന്നെ അടിച്ച് പൊട്ടിച്ചോളയും. എന്താണ് നിന്റെ ഒരു ലക്ഷ്യം? എന്താണ് സത്യം പറഞ്ഞത്? അല്ല അതറിയണമല്ലോ നമുക്ക്. ലക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം മെയ് അനങ്ങാതെ 10 പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഫീൽഡ് എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്. അപ്പൊ രാഷ്ട്രീയത്തിലൊരു അറിയപ്പെടുന്ന നേതാവാകാൻ ഒരാഗ്രഹമുണ്ട്. പക്ഷെ ഈ അടിപിടി ആക്രമണം ധർണ ഏറുകുത്ത് അതൊക്കെ ആലോചിക്കുമ്പോഴൊരു എടാ, ഒരു പ്രതിസന്ധി വരുമ്പോ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ കഴിയുന്നവനാണ് ഒരു നേതാവായി തീരുന്നത്, അല്ലെങ്കിൽ ഒരു വിജയമായി തീരുന്നത്. പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രശ്നം കണ്ട് ഓടുന്നവനല്ല, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണം. അല്ലേ മാവ? അങ്ങനെയുള്ളവർക്ക് മാത്രമേ നാളെ ഒരു വലിയ നിലയിലെത്തോ. ഇന്നത്തെ ഏത് മന്ത്രി എടുത്ത് നോക്ക്, ഏത് പ്രമുഖരായ രാഷ്ട്രീയക്കാരെടുത്ത് നോക്ക്, ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചിട്ടായിരിക്കും പലതരത്തില്, മാനസികമായും ശാരീരികമായിട്ടുള്ള. എത്ര ജയിലിൽ കിടന്നവരുണ്ട്. ജയിലിൽ കിടക്കണല്ലേ? അങ്ങനെ ക്ലീറ്റോനെ പോലെയാ വരുന്നത്. ഈ അപ്പുട്ട സാർ പറഞ്ഞു കേട്ടിട്ട് പിന്നാലെ നടന്നിട്ട് അവന്റെ ഭാവി എന്തായി? എത്ര കാലമായി അവൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട്. പക്ഷെ രാഷ്ട്രീയക്കാർക്ക് കയറാൻ വേണ്ടി ഒരു അവസരം കിട്ടിയ സ്ഥിതിക്ക് നീ എന്ത് ചെയ്യണം? ഉണരണം, ചാടി എഴുന്നേൽക്കണം. എന്നിട്ട് പോയിട്ട് സമരത്തിന് നേതൃത്വം കൊടുക്കണം. ഓരോ പോലീസുകാരന്റെ ലാത്തി അടിക്കും. നാളെ നീ ഒരു MLA മന്ത്രിയാകുമ്പോൾ സിലോട്ടുകളായിട്ട് ഇങ്ങനെ വരും. അങ്ങനെ ഒരു ലക്ഷ്യം വേണം. തീരുമാനിച്ചു. എന്നാ ചെന്ന് സമരത്തിന്റെ മുന്നിൽ നിന്നിട്ട് നയിക്ക്. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്നാണ്. ജയ് ഇന്ത്യ, ജയ് DDT വിടാ. അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ? അറിയപ്പെടുന്ന ഒരു നേതാവായതിനു ശേഷം നല്ലൊരു സംഘടന നോക്കിയും ചേരാം. അതിനെ അനുഗ്രഹിച്ചാലും രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. അനുഗ്രഹിക്കൂ. ഒന്ന് പോയടാ ഇറക്കാൻ. ധർണയ്ക്ക് പോവടി. അനുഗ്രഹിക്ക്. എഴുത്. മൊത്തം തെറ്റ് തന്നെ ടീച്ചർ ഇട്ടേക്കണേ. മക്കളെ നിങ്ങൾക്ക് വിശക്കുന്നില്ലേ? ഇപ്പൊ കഴിച്ചോളൂ അമ്മ. അമ്മൂമ്മ ചായ ഇട്ട് തരാം. വേണ്ട, ഇവിടെ ഹായ്. കഴിഞ്ഞില്ലേ ഇവന്റെ പഠിത്തം? ഇല്ല മാമി, ഇത് മൊത്തം തെറ്റിട്ടേക്കണ ടീച്ചർ. മതിയുടെ അവന് കുറച്ചേരം കളിക്കാൻ വിട്. ഇത്ര നേരം കളിക്കരുത് മാമി. ഇപ്പൊ കഴിച്ചാ
കഴിച്ചാ? ചേച്ചി റൊണാൾഡോ ചേച്ചനല്ലേ? അയ്യോ റൊണാൾഡോ ചേട്ടാ എന്ത് പറ്റി? എന്താ എന്ത് പറ്റി റൊണാൾഡോ? എന്റെ ദൈവമേ, കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടല്ലോ. കനക, ഗിരിരാജ, ഒന്നിങ്ങോട്ട് ഓടി വാ. ഏട്ടൻ വന്നായിരുന്നാ? എന്താ സമരത്തിലാണ്ട് പോയി എറി കിട്ടിയെന്നാണ് പറയുന്നത് പുള്ളി. സമരത്തിന് പോയിട്ട് കല്ലേറ് കിട്ടിയെന്ന്. ഞാൻ എൻ്റെ ഭാര്യയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നതാണ്. പുള്ളിയെ കണ്ട് ചോദിച്ചാൽ പറയാം എന്തോ സമരം നടന്ന് അതിൻ്റെ ഇടയിൽ പോയി കയറി അങ്ങനെ എറി കിട്ടിയെന്നാണ് പറയുന്നത്. കുറച്ച് കഴിഞ്ഞ് പറയും തല ഇറങ്ങുന്നു, എന്നെ ഒന്ന് വീട്ടിലൊന്ന് എത്തിക്കുമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ ഒരു ഓട്ടോറിച്ച് വിളിച്ച് വന്നതാ. ഈ മറ്റേ ക്ലീറ്റുമ്പരൊക്കെ ഇവിടെ എറി നടക്കല്ലേ സാറേ, അപ്പോഴേ അവർ നാല് വാക്കിന് ഓടിക്കാണ് സാറേ. അയ്യോ മുറിവുണ്ടാ ശരിക്കും? സ്റ്റിച്ച് വല്ലോ ഇട്ടാ? ശരിക്കും പൊട്ടിയാ? സ്റ്റിച്ച് വല്ലോ ഉണ്ടോ? ഇങ്ങതാ. ഞാൻ ഈ പൊക്കട്ടെ. സാർ, ഞാൻ പോട്ടെ സാർ. ഓ ഒന്നും മിണ്ടുന്നില്ലല്ലോ റൊണാൾഡോ. വേദന കൊണ്ടായിരിക്കും. മക്കൾ കൊണ്ടുപോയി കിടത്ത്. അച്ചാച്ചാ എന്തൊരു കഷ്ടം. ക്ലീറ്റസിന് എന്തെങ്കിലും പറ്റിക്കാണോ? അവനെ ഒന്ന് വിളിച്ചു നോക്കിയേ. അതിനായിരുന്നില്ല. ലാത്ത് ചാത്തിന് ലായെന്ന് എഴുതി കണിയാൻ ഓടിക്കണം. പാവം എന്ത് ഉഷാറില് രാവിലെ പോയതാ. ആ വന്നോ? ഓ മേടിച്ചാ? ഓ ഓ, ഭാഗ്യം. പറഞ്ഞ പഞ്ചസാര, എണ്ണ, കായം, മല്ലിപ്പൊടി, മസാലപ്പൊടി, അങ്ങനെ എല്ലാം മേടിച്ചിട്ടുണ്ട്. അല്ല ഏ? നിങ്ങക്കപ്പൊ ഒന്നും പറ്റിയില്ലേ? എന്ത് പറ്റേ? അല്ല സമരമായിരുന്നില്ലേ? ആ അതുണ്ട്. സമരത്തിന്റെ വഴിക്ക് അങ്ങ് പോകും. അല്ല നിങ്ങളുടെ അനിയന് ഇത്രയും തലയ്ക്ക് ഇത്രയും പറ്റി കഴിഞ്ഞപ്പോഴത്തേനും നിങ്ങളുടെ ഉടുപ്പിലൊരു ചുളിവ് പോലും ഇല്ല. അനിയനാ? ഏതനിയൻ? നിങ്ങളുടെ അനിയനാരാ? റൊണാൾഡ്. അവൻ പോയി. എന്തൊക്കെയാ പറയണത്? സമരത്തിന് വന്നില്ലേ? നിങ്ങളപ്പോ അവിടെ ഉണ്ടായിരുന്നില്ലേ? അവൻ സമരത്തിന് വന്നു. അവനോട് പറഞ്ഞപ്പോ അവൻ നോക്കട്ടെ എടുക്കട്ടെ, അവന് ചിലപ്പോഴും എന്തോ തിരക്കെന്നൊക്കെയാണ് പറഞ്ഞു. അവൻ എവിടെ സമരത്തിന്? അവൻ സമരത്തിനൊന്നും വന്നില്ല. ഒന്ന് പോകലിട്ടോ. അപ്പൊ നിങ്ങളപ്പോ അവിടെ പോയിട്ടില്ല? നീ ചുമ്മാ ഇരുന്നെങ്ക. ഞാൻ അൻസാറിനും പിന്നെ ഇവൻ നടരാജനും പുരുഷനും പരിക്ക് പറ്റി അവന്മാരെ കൊണ്ട് ജനറൽ ഹോസ്പിറ്റലായിരുന്നു. എനിക്കറിയില്ല ഇവിടെ എന്തൊക്കെയാ നടക്കണേന്ന്. അവന് ഇതേ സമരത്തിന് പോയിട്ട് കല്ലേറ് കൊണ്ട് തലയ്ക്ക് വലിയ ഇതും പറ്റി ആശുപത്രിയിൽ പോയിട്ട് ഇതേ വന്നവിടെ കിടപ്പുണ്ട്. എവിടെ? റൂമിലാ? ആ അതെ, ചൂടുവെള്ളം ഇച്ചിരി താന്ന് പറഞ്ഞ് ചൂടുവെള്ളം കുടിച്ച് അതും കുടിച്ചിട്ട് പോയി കിടക്കുക. എന്നെ ഒന്ന് വിളിച്ചു പറയണ്ടേ? അതിന് ആദ്യം ഫോൺ എടുക്കണം. ഈ സാധനം ഇങ്ങനെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കാനുള്ളതല്ല. അതും ഓരോ തിരക്കിന്റെ ഇടയിലിരിക്കുമ്പോ പിന്നെ ഇവന്റെ കാര്യം ഇവൻ എന്തിനാ? എനിക്കറിയില്ല എന്തൊക്കെയാണ്. ലില്ലിമോളെ, ലില്ലിമോളെ, എന്തോ? അമ്മേ, ആരെങ്കിലും ഉണ്ടോ അവിടെ? ആ ഒന്നിങ്ങി പുറത്തോട്ട് വരുമോ? എന്ത് പറ്റി? എന്ത് പറ്റീന്ന്? എന്ത് പറ്റായിനി? എന്താ? എവിടെ? എന്താ ക്ലീറ്റസ്? എവിടെ അമ്മയുടെ പുന്നാര മോനും ഒരു ആങ്ങളെയും? ഇങ്ങോട്ട് വരാൻ പറയും. എന്റെ ക്ലീറ്റോ മോനാ? എന്താ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കണം? ക്ലീറ്റോ മോൻ. അമ്മാവ് ഒരുപാടങ്ങ് സൂചിപ്പിക്കല്ലേ? എന്താ? എന്റെ ഈ ചെറുക്കനെ ഈ പരുവത്തിലാക്കിയപ്പോ സമാധാനമായില്ല രണ്ടുപേർക്കും. നിങ്ങൾ എന്ത് ചെയ്തെന്നാ? മിണ്ടായി മര്യാദക്കുള്ള വീട്ടിൽ ഇരുന്നവനെ പറഞ്ഞ് സമരത്തിന് വിട്ടില്ലേ? അവന്റെ തല ഈ പരുവാക്കിയില്ലേ? നീ ചാടുന്നതിന് അവൻ ആശുപത്രി പോയിട്ടില്ലേ വന്നത്? ഇപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പോ അവന് എന്താ കുഴപ്പമൊന്നും കണ്ടാ കാണിക്കണത് കണ്ടാ? അവന്റെ ഓർമ്മ പോയി. പരസ്പര വിരുദ്ധമായിട്ട് കാര്യങ്ങൾ ഇപ്പൊ 10 പ്രാവശ്യം പറഞ്ഞപ്പോ പോലും എന്നെ മനസ്സിലായിട്ടില്ല. കുഞ്ഞമ്മച്ചി അവന്റെ കൈ വളരുന്ന കാല് വളരുന്നത് അത് പറഞ്ഞ് വളർത്തി കൊണ്ടുവന്നാണ്. അവന്റെ മെഡലിന്റെ ഒപ്പളാങ്കട്ടയിലാണ് എറിയ ഉണ്ടാക്കണത്. അവന്റെ ഓർമ്മ നഷ്ടപ്പെട്ടു. അവിടെയാണ് എറിയ കൊണ്ടത്. എന്നെ ഓർമ്മയില്ലേ? അയ്യോ അങ്ങനെ പറയില്ലേ. എന്നെ ഓർമ്മയില്ല. പിന്നെ എന്നെ മനസ്സിലാകും. നീ പള്ളിക്കാരി ശോശാമ്പ പോ. ദേ ഇങ്ങോട്ട് നോക്കി മക്കളെ, ഇങ്ങോട്ട് നോക്കി. തങ്കം ചേട്ടത്തി റൊണാൾഡേ, എന്നെ ഓർമ്മയുണ്ട്. സൂക്ഷിച്ചു നോക്കിയേ. നോക്കിയേ, അതാരാന്ന് പറഞ്ഞ് സൂക്ഷിച്ചു നോക്കിയേ. കണ്ട അമ്മേനെ ഓർമ്മയൊക്കെ ഉണ്ട്. അവന് വേറെന്തോ. അമ്മ ഇന്ന് അംഗനവാടി പോയില്ലേ? പൊടി കിട്ടും, പൊരി. അവിടെ ശ്രദ്ധിച്ചിട്ട് ഇഷ്ടംപോലെ പൊരിയും പൊടിയൊക്കെ തരും, ഇഷ്ടംപോലെ തരും. പോണെന്ന് അംഗനവാടി പോണം. 10 വയസ്സിന്റെ ബുദ്ധിയാണ് ഇപ്പൊ ഉള്ളത്. ഒരു 30 കൊല്ലം കൂടി കഴിയട്ടെ.
അപ്പൊ ശരിയായിക്കോളും. അമ്മാവാ വിളിച്ച തമാശ പറയാനുള്ള സമയമല്ലേ ഇത്? അച്ചാച്ചാ എന്തോ അച്ചാച്ചാ ടോമി 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 ഏത് ടോമിയാണ്? ടോമി ഇപ്പൊ ഏട്ടാ എവിടെങ്കിലും ആശുപത്രി കൊണ്ടുപോകണം. സൂചി ഞാനേ ദാമോദരൻ എന്ന് പറഞ്ഞ നമ്മളൊരാളുണ്ട്. ദാമോദരനായിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. കുറേ ദിവസം ഒന്ന് ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകണം. പക്ഷെ 10-30,000 രൂപ ചെലവ് വരും. 10 രൂപ ഉണ്ട്, ഞാനത് കൊടുക്കാം. ബാക്കി രണ്ടുപേരും കൂടെ വരുത്തി വെച്ചാൽ നിങ്ങൾ രണ്ടുപേരാണ്. മര്യാദയ്ക്ക് പൈസ കൊടുത്തോളാം. സാരമില്ല, എത്ര രൂപ വേണമെങ്കിലും. എന്റെ ചെറുക്കനെ എനിക്ക് തിരിഞ്ഞ് വീട്ടിലേക്ക് ഞാൻ ഏത് രീതിയിൽ പ്രതികരിക്കുന്നു എനിക്കെന്നെ അറിയില്ല കേട്ടോ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ചികിത്സിക്കാൻ വൈദ്യന്റെ അടുത്ത് കൊണ്ടുപോകണം. പറഞ്ഞു നിനക്ക് മനസ്സിലാവില്ലേ? മലയാളത്തിൽ മോനെ എടാ മക്കളെ ഒന്നുമില്ലടാ, നിന്നെ ഞാൻ ശരിയാക്കിയാണ്. ചികിത്സിക്കാൻ കൊണ്ടുപോകണം. അല്ല ഇത് അമ്മ അമ്മ ഓഹോ ഒന്നുമില്ല, കൈ വലിക്കുക, രണ്ടും കൂടെ. നമുക്ക് ആശുപത്രി ഇത്രയും മരുന്ന് വെച്ചിട്ട് വേണ്ട വേണ്ട മോർച്ചറി മോർച്ചറി. അതിന് വിശപ്പിന് പോലും ഒന്നും ചോദിച്ച് വാങ്ങിച്ച് തിന്നെ അറിയൂടാത്ത പരിപാടി. എന്തെങ്കിലും കഴിക്കാൻ തരട്ടെ? വേണം കഴിക്കാൻ തരട്ടെ എന്തെങ്കിലും? വേണം. എന്ത് വേണം? ഹോർലിക്സ് പാപ്പം വേണം. ഹോർലിക്സ് ഇല്ല, ഹോർലിക്സ് ഇവിടെ ഇരിപ്പില്ല. ബൂസ്റ്റ് മതി. ബൂസ്റ്റ് 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 തരാം, ബൂസ്റ്റ് തരാം. ബൂസ്റ്റ് പേര് മറന്നു. ഷോളിക്സ് ബൂസ്റ്റ് എന്നൊക്കെ പറയണപ്പോ അതൊക്കെ ഓർമ്മയുണ്ടോ? അത് ശരിയല്ല, ആഹാര സാധനമൊക്കെ ഓർമ്മയുണ്ട്. എന്റെ പൊണ്ണ് നിങ്ങൾ എന്താ പറയണത്? മനുഷ്യ എത്രയായാലും തിന്നണ സാധനം മറക്കോ? ഇപ്പൊ ഇരട്ടത്തിന് നിന്നാലും കൈ ഇറക്കാൻ വായിലോട്ട് പോകൂലേ? പിന്നെ നിങ്ങൾ അത് സംശയം ആരും ബൂസ്റ്റ് ഇപ്പൊ എടുത്തിട്ട് എന്തെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞത്. അതെ അമ്മ പൈസ തരാൻ പറയണേ. എന്റെ കൊച്ചിനെ ചികിത്സിച്ച് എനിക്ക് തിരിച്ചു കൊണ്ടുവരണം. ഓർമ്മയില്ല ഓർമ്മയില്ല ഓർമ്മയില്ല. നിക്ക് പിടിച്ചോ, ഞാൻ പോയിട്ട് വരാം. ഭഗവാനേ, ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചോളാം. ഇയാളുടെ സഹായമൊന്നും എനിക്ക് വേണ്ട. കുഞ്ഞേ റൊണാൾഡേ, മക്കൾക്കൊന്നും ഓർമ്മ കിട്ടണില്ലേടാ. സ്വന്തം പേര് പോലും ഓർമ്മയില്ല. നോക്ക് കളിക്കുന്നു. മക്കളേടാ, എനിക്കറിയില്ല എന്ത് ചെയ്യും. ആരത്? ആ അത് തന്നെ. തങ്കമ്മച്ചമ്പി കനകം ചേട്ടത്തി. അല്ല മക്കളെ, കനകം ചേടത്തി തങ്കമ്മച്ചമ്പി. അല്ല അല്ല, നീ എന്തേ പറഞ്ഞത്? കനകമച്ചമ്പി ദേ ഇങ്ങോട്ട് നോക്ക്. കനകമച്ചമ്പി തങ്കം ചേടത്തി. അല്ല അല്ല നിങ്ങൾ പാക്കാണ്ടന്മാരെ പാക്കാട്ട കാട്ടി പാക്കാട്ടന്മാർ. അച്ഛാ അതൊക്കെ മാറ്റി. ബൂസ്റ്റ് അധികം ചൂടില്ല, ഒറ്റ വലിക്ക് കുടിച്ചു. പതുക്കെ 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 പതുക്കെ. ആ ഇനി വേണം വേണം എടുത്തോണ്ട് വരാം. അതിന് പിന്നെ എടുക്കാം, കുറച്ചായിട്ട് എടുക്കാം. ഇച്ചിരി കഴിഞ്ഞിട്ട് തരും. എനിക്ക് സങ്കടം വേണം റൊണാൾഡോ ഇങ്ങനെ ഇരിക്കണം കണ്ടിട്ട്. മർമ്മത്തിലെ കടി നമുക്ക് കൊടങ്ങാവിളക്ക് പോയാലോ? പോണ്ട. അവിടെ ആരൊക്കെയാ ഉള്ളേ കൊടങ്ങാവിളയില്? കുരങ്ങ അവിടെ പോത്തുണ്ട്, പോത്ത് വയലി പോത്തുണ്ട്. പിന്നെ കൂട്ടിനകത്ത് കുരങ്ങന്മാരെ ഒത്തിരി പേരിട്ടുണ്ട്. റോസ്മേരി റോസാപ്പൂ ഇഷ്ടമാണ്, ചുമല മഞ്ഞ എല്ലാ കളറും ഇഷ്ടമാണ് മോന് ഒരുപാട്. മേരി മേരി റോസ്മേരി മേരി മേരി ആ മേരി 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 ബസ്. മേരി ബസ് ഇത് മേരി ബസിന്റെ മോളാണ്. ഇത് കാറ്, കുട്ടി കാറ്, മേരി ബസിന്റെ കാർ. വിട്ടുകൂടാ. എന്തുവാ ആ ഇതെന്താ എന്തുവാ പറഞ്ഞേ? സൂ ഓർത്തേ ഓർത്തേ ഓർത്തേ. സൂ സൂചി. എന്തിനുള്ള ഇത് വെച്ചല്ലേ നമ്മളിങ്ങനെ തുണിയൊക്കെ തുന്നണേ. എനിക്ക് തരുമോ? ആ എന്നാ. സൂചി പറഞ്ഞേ. സൂചി സൂചി. യോ 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 യോ. വേണ്ട 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 വേണ്ട. കുത്തും. അത് വേണ്ട അത് വേണ്ട അത് വേണ്ട. വേണ്ട വേണ്ട ഇത് വെച്ച കുത്തിയാലേ മുറിയും. വേണ്ട വേണ്ട വേണ്ട.
ഇതിപ്പോഴൊന്നും ശരിയാവും തോന്നുന്നില്ല. ഇതൊക്കെ ശരിയായിടാ. ഇതാ തിളച്ചില്ലേ, ഇനിയിപ്പോ ഈ ചായപ്പൊടി ഇട്ടിട്ട് ഈ ലെമനാണ്ട് പിഴിഞ്ഞ ലെമൺ ടീ ആയി. ഞാൻ അതല്ല പറഞ്ഞത്, ആ റൊണാൾഡിന്റെ കാര്യം. ഇതെന്ത് കാര്യം ഇപ്പൊ ഇത്? അതാ അടി കിട്ടിയ വയ്ക്കുള്ള ഒരു ഷോക്കല്ല, അത് കുറച്ച് കഴിഞ്ഞാൽ മാറിക്കോളൂ. ആ മാറുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അവൻ ഇപ്പൊ ആക്രമണം തുടങ്ങി. ആക്രമണം? ആ എന്നിട്ട് നീ പേടിച്ച? സൂചി ഇട്ട് കണ്ണി കുത്തുമ്പോ പിന്നെ നീ എന്നല്ലടാ അവനോട് പറഞ്ഞു ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ നേരിടണമെന്ന്. എന്നിട്ട് നീ എന്നെ പേടിക്ക? എടാ അതിന് തരണം ചെയ്യണം. ഇങ്ങനെ ഒരു പോലീസുകാരും കണ്ടോ? കല്യാണ വീഡിയോ. നീ കല്യാണ ചെറുക്കൻ, നീ ബ്രോക്കർ. നീ ആടാ ബ്രോക്കർ. റൊണാൾഡേ, ചായ വേണ? കട്ട ചായ, ലെമൺ ടീ, മാങ്ങാണ്ടി. എടാ നാരങ്ങ ചായ വേണോന്ന്? അതവിടെ വെക്കി. ഇത് ഇട്ട പൊടി ഇട്ട ചൂടുള്ളതാണ് അങ്ങ് വെക്ക്. അവിടെ വെക്കണ മാറ്റി പിടിക്കണം. പുക വന്നോ? ഇന്ത്യ പീച്ചിൽ പുക വന്നോണ്ട് പുക. റൊണാൾഡേ വേണോടാ, വേണോടാ. ഓ അല്ല, ഇങ്ങനൊരു പ്രതിസന്ധി ഇതുവരെ ഞാൻ നേരിട്ടു. ഇത് കത്തിക്കില്ല. ഓടിച്ചോടിച്ചു വന്നിട്ട് അയ്യോ, 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 ദേ വീഴും. അവിടെ വെക്കാ ചാച്ചാ. മക്കളെ ഇവിടെ വന്ന് ഇരിയടാ, ഇങ്ങോട്ട് വാടാ നീ. ദൈവം എങ്ങനെ നടന്ന മനുഷ്യനാലേ. വയ്യ. ഇനി നടക്കത്തില്ല, ഇനി വണ്ടിയിലേ പോത്തുള്ളൂ. വണ്ടിയിൽ പോവും. റൊണാൾഡേ, ടോമി 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 ചാച്ചാ, അതവിടെ വെക്ക്. ടോമി. എടാ ഏട്ടൻ വന്ന് പിന്നെ വഴക്ക് പറയുവേ. മോനെ, മോനെ മോനെ എടാ മോനെ മോനെ തൊടല്ലേ. അവിടേക്ക് അവിടേക്ക് അവിടേക്ക്. ക്ലീറ്റോ ക്ലീറ്റോ മച്ചമ്പി, ക്ലീറ്റോ മച്ചമ്പി, വാ വാ വാ. ഇവിടെ ഇരിക്ക്, ഇവിടെ ഇരിക്ക്. ക്ലീറ്റോ ചേട്ടൻ വൈദ്യനെ കണ്ട? പറയണ്ട, ഞാൻ ദാമോദരുടെ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞ് കാര്യം പറയുമ്പോ ദാമോദര് പറഞ്ഞ അയാളുടെ കയ്യിൽ നിൽക്കൂല. അയ്യോ, വേറൊരു മലപ്പുറത്തൊരു വൈദ്യന്റെ കോണ്ടാക്ട് നമ്പർ തന്നിട്ടുണ്ട്. ഒന്നുമില്ല, നിനക്ക് ഒന്നുമില്ല. നിന്നെ ഞാൻ ശരിയാക്കി എടുക്കും. എവിടെ നിന്നെ കെട്ടിയാലും അമ്മാവനും പിടിച്ചിട്ട് മര്യാദയ്ക്ക് പൈസ തരാൻ പറ. 10-30,000 രൂപ ആവുന്ന പറഞ്ഞേക്കണേ. കെട്ടിയനമാവൻ. ഏട്ടാ മോനെ ഒന്നുമില്ലടാ. കനക, ഫോൺ വേണം. അല്ല അല്ല ഫോൺ വേണം. ഇവിടെ വന്നിരി. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. കെട്ടിയനമാവൻ. എന്തേ? സമാധാനമായല്ല അല്ലേ? കണ്ടില്ലേ ഈ കിടന്ന് കാണിക്കണത്? ഒന്നുമില്ല, മക്കളെ മിണ്ടാതില്ലടാ. ഞാൻ ദാമോദരുടെ അടുത്ത് പോയപ്പോ അയാളെ കയ്യിൽ നിൽക്കൂല. മലപ്പുറത്ത് സെബാനോസ് വൈദ്യന്റെ നമ്പർ തന്നിട്ടുണ്ട്. അവിടെ വരെ കൊണ്ടുപോകണം. 10-30,000 രൂപ ചെലവ് വരും. എത്ര? 30 അതിൽ തരാമെന്ന് പറഞ്ഞു. ഓർമ്മയില്ല. ഒരു കാര്യം ചെയ്യാം. അതെ, തൽക്കാലപ്പോഴേ ഞാൻ എൻ്റെ പരിചയത്തിലൊരു ഉണ്ണി വൈദ്യരുണ്ട്. മൂപ്പര് ഫോൺ വിളിച്ച് ഞാൻ ചോദിച്ചു, പെട്ടെന്ന് ഇങ്ങനെ അടിപറ്റിയിട്ട് ബോധം പോയി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാൻ വല്ല മരുന്നുണ്ടോ? അപ്പൊ അവരൊരു മരുന്ന് പറഞ്ഞു തന്നു. ഇത് തൽക്കാലം നമുക്ക് കൊടുത്തോ. അതൊന്നും ശരിയാവില്ല മാവാ. അല്ല, സംഭവം അറിയാമോ? ആദ്യം ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. അതെ, കഴിച്ചു നോക്കിയതിന് ശേഷം നമുക്ക് അത് ശരിയാ. ഏതെങ്കിലും മരുന്ന് കൊടുത്താൽ നല്ല വൈദ്യം ഞാൻ പറഞ്ഞു വെച്ചേക്കാം. ഇത് കൊടുത്തിട്ട് മാറിയില്ലെങ്കിൽ നമുക്ക് കഴിച്ചു നോക്കാം. കഴിച്ചു നോക്കട്ടെ. ഇതും വൈദ്യരല്ലേ, അതും വൈദ്യരല്ലേ. ജ്യൂസ് കുടിച്ചേ. നല്ല ഗ്ലീറ്റോ, കുഴപ്പമൊന്നും ഇവിടെ ഇരുന്ന ജ്യൂസ് തരാം. അവിടെ ഇരുന്നേ. അല്ല, അത് ഇത് കൊടുത്ത് വേറെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ വൈദ്യരല്ലേ, പിന്നെന്താ? ഞാൻ ആ വൈദ്യരുടെ മരുന്ന് ഓർമ്മയില്ല. അവിടെ ഇരുടാ. അവിടെ ഇരുന്ന് മോനെ. മോൻ അവിടെ ഇരുന്നേ. ചുമ്പുരി കുറ്റ അവിടെ ഇരുന്നേ. അപ്പൊ കുടിച്ചേ. കുടിച്ചേ. ഇത് അതൊന്നും ഒരു കുഴപ്പമില്ലല്ലേ. കുട്ടികൾക്ക് 10 വയസ്സിന്റെ ഓർമ്മയിലുള്ളത്. നല്ലതാ.
ഉണ്ടായിരുന്നു നീ മിണ്ട. നല്ലതാ മോൻ വാ പൊളിച്ചേ കുച്ചേ കുച്ചേ ആ മരുന്ന് നല്ലതല്ല അതുകൊണ്ടായിരുന്നു അല്ലാതെ അല്ലാതെ കൊടുക്കല്ലേ എങ്ങനെയുണ്ട് 2 മിനിറ്റ് ഉണ്ട് എന്ത് സാധനമാണ് ഇപ്പൊ മാറും 2 മിനിറ്റ് കഴിഞ്ഞാൽ എന്ത് മരുന്നാണ്? ഓർമ്മ തിരിച്ചു വരും പിന്നെ നല്ല വൈദ്യരല്ലേ? വല്ല അറിഞ്ഞൂടാതെ അത് ഇതും ആരെങ്കിലും മാമ എന്തൊക്കെ ചേർത്തിരിക്കുന്നത്? അതെ ഇത് അതൊന്നുമില്ല, നല്ല മരുന്നുകളാ. അതായത് 2 പിടി കാന്താരി മുളക്, 1 പിടി കുരുമുളക്, 2 പച്ചമുളക്, പിന്നെ 1 ഇഞ്ചിയുടെ കഷ്ണം, പിന്നെ 2 ഒറ്റമൂലിയും ചതച്ച് പിഴിഞ്ഞെടുത്ത സാധനമാണ്. ഓർമ്മ വരുന്നവരോ ഇരിക്കും ബോധം വന്നല്ലോ. തങ്കത്തിനെയും ചേച്ചീനൊക്കെ മനസ്സിലായല്ലോ. പൈസ അടിക്കാൻ വേണ്ടിട്ട് എന്റെ അടുത്ത് പറഞ്ഞ ഈ ബുദ്ധിയില്ലാത്ത കൊച്ചിനെ കൊണ്ട് അഭിനയിക്കണത്. അപ്പൊ മരുന്ന് വലിച്ചേ. ഓർമ്മ വന്ന് എന്റെ മകനെ അടക്കത്തുള്ളൂ മനുഷ്യ. അയ്യോ അയ്യോ അങ്ങനെ 30,000 രൂപ. വേറെ എന്തെല്ലാം വഴികളുണ്ടായിരുന്നു? അവന് എന്തോ പൈസക്ക് അത്യാവശ്യം എന്ന് പറഞ്ഞപ്പം സഹായിക്കാൻ വേണ്ടി ചെയ്തതാണ് അത്ര. അപ്പൊ നിന്റെ പഴയ നമ്പർ എടുത്ത് കാണിച്ചു. ആ മരുന്ന് കലക്കിയത് കുറച്ചും കൂടി ഉണ്ട്, എടുക്കട്ടെ? Audience.